കാലത്തിന് ചില കണക്കുകൂട്ടലുകളുണ്ട്, ഒരിക്കലും പിഴയ്ക്കാത്ത കണക്കുകൾ. രാജേശ്വരിയുടെ കാര്യത്തിലും കാലം ശിക്ഷ വിധിച്ചു എന്ന് കരുതിയാൽ മതി. അവൾ എന്റെ തൃച്ചംബരത്തെ ആകെ ഉലച്ചു കളഞ്ഞു, എല്ലാ ബന്ധങ്ങളും ശിഥിലമാക്കി. ശിഥിലമായതൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാമെങ്കില. സമാധാനിക്കേ. എല്ലാം സഹിക്കാൻ ഗുരുജി. ആ പാവം ദാസേട്ടനെ അവൾ സ്വന്തമായിരുന്നു എന്ന് നമ്മൾ കരുതുന്ന ചില ബന്ധങ്ങളുണ്ട് നമ്മളുടെ ജീവിതത്തിൽ. പകരം വയ്ക്കാനാവാത്ത ഒരു ബന്ധം. മരണത്തിന് മാത്രമേ ആ ബന്ധങ്ങളെ അകറ്റാൻ കഴിയൂ. അങ്ങനെ ഒരു ബന്ധമായിരുന്നു ഞാനും ദാസേട്ടനും തമ്മിൽ. ആ മനുഷ്യൻ എനിക്ക് കൂടപ്പറപ്പ് തന്നെയായിരുന്നു. അത് ദാസിന്റെ വിധി. ദൈവനിശ്ചയമനുസരിച്ച് നടപ്പിലാക്കുകയായിരുന്നു എന്ന് കരുതിയാൽ മതി. കാലത്തിന്റെ മറ്റൊരു കണക്ക്. ഇതിനിടയ്ക്കൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ഈ രാജരാജേശ്വരിയെ ഒരിക്കൽ തൃച്ചംബരത്ത് വെച്ച് കണ്ടിരുന്നു. അഖില എന്നോട് പെരുമാറുന്നത് പോലെ തന്നെയായിരുന്നു ആ സ്ത്രീയും എന്നോട് പെരുമാറിയത്. പക്ഷേ ഞാൻ തൃച്ചംബരത്ത് നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയപ്പോ അദൃശ്യമായ ഒരു ആന്തരിക പ്രേരണയാൽ അവർ അഖില തന്നെയാണോ എന്ന് ഞാൻ സംശയിച്ചു. ആ സംശയം ശരി തന്നെയായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി. ആനന്ദ് ഉദകക്രിയ ചെയ്തു കഴിഞ്ഞു. അനുബന്ധമായി ബലികർമ്മങ്ങൾ നടക്കാൻ പോവുകയാണ്. ഉടല് വിട്ടുപോകാത്ത ആത്മാവിന് ബലികർമ്മങ്ങൾ അർപ്പിക്കുമ്പോൾ അത് ചെയ്യുന്നയാൾക്ക് പാപദോഷങ്ങളുണ്ടാവും. അതിനുള്ള പരിഹാര കർമ്മങ്ങൾ കൂടി ചെയ്യണം. നമ്പർ മാത്രമേ ഉള്ളല്ലോ അഖില. അത് എനിക്കുള്ള കോള തന്നേക്കൂ. അച്ഛൻ വന്നില്ലേ മോനെ? ഇല്ല, അച്ഛനും മനസ്സുകൊണ്ടൊന്നും താങ്ങാനാവില്ല. അപ്പോ ഓ, ഇരിക്കൂ, ചെയ്തോളൂ. പവിത്ര എടുത്ത മോതിരവിരലിൽ ഇട്ടോളൂ. കുറുമ്പുല്ലെടുത്ത് അവിടെ വെച്ചോളൂ. ചോറ് ഉരുട്ടിക്കോളൂ.
3 ഉരുള. ഭഗവാനെയും പരദേവതമാരെയും ഗുരുകാരണവന്മാരെയും ആദ്യം മനസ്സിൽ പ്രാർത്ഥിച്ചോളുക. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ. വലത് കൈകൊണ്ട് ഓരോ ഉരുള വലിച്ചോറെടുത്ത് ഇവിടെ വെച്ചോളൂ. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ. ആത്മാവ് വിഷ്ണുപാദം പോകാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. മകൈരം നക്ഷത്രജാതായ അഖിലാണ്ടേശ്വരി നാമധേയായ ഇവിടെ വെച്ചോളൂ. ഇനി ആ ഈറൻ കൈകൾ കൊണ്ട് 3 വട്ടം കൈ കൊട്ടിക്കോളൂ. ഇനി ദർഭ ഊരുക. നനച്ച് അഴിച്ച് പിന്നിലേക്ക് കളഞ്ഞോളൂ. ഒന്നും അടിക്കുന്നതാണ്, കാക്കകൾ വന്നോളും. വിഷമിക്കേണ്ട, ബലിക്കാക്കകൾ സാധാരണ പതുക്കെ വരാറുള്ളൂ. ഇനി ഈറൻ മാറിക്കോളൂ, നടന്നോളൂ. അണ്ണാ, അനിയ കുഞ്ഞിനോട് എന്തിനാ ഈ പിണക്കം? എന്തെങ്കിലും ഒന്നും മിണ്ടായിരുന്നു? ആര് പറഞ്ഞു എനിക്ക് അവനോട് പിണക്കമുണ്ടെന്ന്? ഭാസിക്ക് വെറുതെ തോന്നുന്നത്. അണ്ണ, എനിക്ക് ബന്ധുക്കളായിട്ട് ആരുമില്ല. എന്നാലും എന്റെ അണ്ണനോ അച്ഛനോ ആരൊക്കെയാണ് എന്റെ സുബ്രു അണ്ണൻ. എന്നെ ശാസിക്കാനും ഉപദേശിക്കാനും ഒക്കെ അധികാരമുള്ള ഒരേ ഒരാൾ. ആ അണ്ണന്റെ മനസ്സ് എനിക്കറിയാം. അതുപോലെ തന്നെയാണ് ആനന്ദണ്ണനും. അണ്ണന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ തമ്മിൽ രക്തബന്ധമല്ലേ അണ്ണ?
അനിയന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായാൽ ഏട്ടനായ അണ്ണനല്ലേ അത് തിരുത്തേണ്ടത്. ഭാസിയാള് കൊള്ളാലോ, വണ്ടിയെടുക്ക് പോവാം. ശരി. എന്താ ഇത്? ഇതെന്തിനാ ഇവിടെ ഒരു ഫോട്ടോ? അതിനൊരു പൂമാല. എന്താ അഖില ഭരിച്ചോ? അങ്കിൾ, ശിവരാമേട്ട, അത് മിണ്ടരുത്. മരിച്ചവരുടെ ഫോട്ടോയിലാ മാല ചാർത്തുന്നത്. മരിച്ചവരുടെ ഫോട്ടോയിലെ മുമ്പിലാ വിളക്ക് എത്തിച്ചു വയ്ക്കുന്നത്. എന്റെ അഖില മരിച്ചിട്ടില്ല. നിങ്ങൾക്കൊക്കെ അവൾ ഇല്ലാതാകണമെന്ന് മോഹം ഉണ്ടാവും. പക്ഷേ അതൊന്നും ഇവിടെ നടക്കില്ല. അയ്യോ ശിവരാമേട്ട, അഖിലേച്ചി നിന്റെ അടുത്തല്ലേ മിണ്ടരുതെന്ന് പറഞ്ഞത്? നീയാണ് അവളെ പ്രധാനമായിട്ട് കൊല്ലാൻ നടക്കുന്നത്. അവളെ എങ്ങാനും തൊട്ടാൽ നിന്നെ കൊല്ലുന്നത് ഞാനായിരിക്കും. അവളെ കെടുത്ത് കെടുത്താൻ. കൊല്ലാൻ നടക്കുന്നു. അവളെ എങ്ങനെയെങ്കിലും കൊല്ലാൻ നടക്കുന്നു ഓരോരുത്തരും. നീ ഇതെവിടെ പോയിരുന്നു? ചോദിച്ചു കേട്ടില്ലേ എവിടെ പോയിരുന്നു? അച്ഛാ, ഞാൻ ബലിയിടാൻ പോയതാ. ആർക്ക് ബലി? എന്തിനു ബലി? എടാ, മരിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ബലിയിടുന്നത്. ഇവിടെ ആരാ മരിച്ചത്? എല്ലാവരും കൂടെ എന്നെ ഒരു ഭ്രാന്തനാക്കരുത്. മരണം മരണം മരണം. ബലിതർപ്പണം, ഉദകക്രിയ, പട്ടട കത്തിക്കൽ, ആളുകൾ വരുന്നു, നിശോചനം രേഖപ്പെടുത്തുന്നു, ദുഃഖം അറിയിക്കുന്നു, സഹതപിക്കുന്നു. ഇവിടെ അതിന്റെ ആഗ്രഹം മരിച്ചിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. അച്ഛാ, മക്കൾ, അമ്മയെ കൊല്ലാൻ നടക്കുന്ന മക്കളും മരുമക്കളും. എന്റെ അകലെ തൊട്ട് ഒന്നിനെ ഞാൻ വെറുതെ ഇവിടെ പറഞ്ഞേക്കാം. പറയാതെ പോയല്ലോ. ആരും എടാ, നീ വിളിച്ചിട്ട് അവളെ ഫോണിൽ കിട്ടിയോ? അവൾ എവിടെയായിരുന്നെന്ന് പറഞ്ഞേ? പറയണ്ട പറയണ്ട പറയണ്ട. അമ്മയും മോനും കൂടെ സർപ്രൈസ് തരാനിരിക്കുകയായിരിക്കും അല്ലേ? പണ്ടും ഇങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതല്ലേ? എടാ, അവള് വേഗം വരും. എന്നെ വിട്ടിട്ട് അവൾക്ക് എങ്ങും പോകാനൊക്കില്ല. അവളില്ലെങ്കിൽ ഞാനില്ലെന്ന് അവൾക്കറിയാം. അവളില്ലാത്ത ലോകത്ത് ഞാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് അവൾ തിരിച്ചു വരും. ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല. ഞാൻ വിഷമിക്കുന്ന അവൾക്കറിയാം. എന്റെ അഖിലയ്ക്കറിയാം. അവൾ വരും വരും. അഖില വേഗം വരും. ആരെങ്കിലും കുറച്ചു നേരം കണ്ടില്ലെങ്കിൽ അവർ മരിച്ചതായിട്ട് ഉടനെ അങ്ങ് വിളംബരം ചെയ്യും. എന്തൊരാൾക്കാരാണ് ഇതൊക്കെ. വിലാസിനി, വിലാസിനി, എന്തോ? ഞാൻ തിരിച്ചു വരുമ്പോ ഇതൊന്നും ഇവിടെ കണ്ടേക്കരുത് പറഞ്ഞേക്കാം. വരും 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 വരും.
ബാസി അകത്തേക്ക് കയറുന്നുണ്ടോ? ഇല്ല, 10 ഓട്ടം കിട്ടുന്ന സമയാ. പോട്ടെ, വൈകിട്ട് കാണാം. ശരി. അമ്മയുടെ ബലികർമ്മങ്ങളൊക്കെ കഴിഞ്ഞോ? എന്താ നിന്റെ ചോദ്യത്തിലൊരു പരിഹാസം? പരിഹാസമൊന്നുമില്ല വല്യൂഞ്ഞ്. ഇനിയെങ്കിലും ഇനിയൊന്ന് കേൾക്കാനുള്ള സമയമുണ്ടോന്നറിയാനാ. സമയമുണ്ടാവണം. ഒന്ന് നിൽക്ക്. ഇനി എന്താ നിനക്ക് വേണ്ടത്? എന്റെ കൂടെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഓ, നിന്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന് തെളിയിക്കാനാണെങ്കിൽ നീ ചൂണ്ടിക്കാണിച്ച പ്രതി ഇപ്പൊ ഇല്ലല്ലോ. പ്രതിക്ക് വധശിക്ഷ കിട്ടിയില്ലേ? അത് ഞാൻ മാത്രം ചൂണ്ടിക്കാണിച്ച പ്രതിയല്ലല്ലോ. എന്തായാലും ശരി, ആ പ്രതി മരിച്ചുപോയി. ഞാനിപ്പോഴാ പ്രതിയുടെ ബലിതർപ്പണം കഴിഞ്ഞിട്ട് വരിക. തീർന്നില്ല, ബാക്കിയും കൂടെ കേട്ടോ. ബലിതർപ്പണം കഴിഞ്ഞ് ഞാൻ കൊടുത്ത ബലിച്ചോറ് പോലും എന്റെ അമ്മയുടെ ആത്മാവ് സ്വീകരിച്ചില്ല. എന്തുകൊണ്ടാ? അത്രക്കേറെയായിരുന്നു അമ്മ ജീവിച്ചിരുന്നപ്പോ ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത തീരാവേദനകൾ. ഒന്ന് നീ മനസ്സിലാക്കിക്കോ, കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ട പ്രതി കൊല്ലപ്പെട്ട സ്ഥിതിക്ക്, അല്ലെങ്കിൽ മരണപ്പെട്ട സ്ഥിതിക്ക് ഇനി അവരുടെ പേരിലുള്ള കുറ്റം നിലനിൽക്കില്ല. ആ കേസ് നീ മറന്നേക്ക്. നിന്റെ അച്ഛനെ കൊന്ന പ്രതിക്ക് ഏതൊരു വാദിയം പോലെ തൂക്കുമരം കിട്ടണമെന്ന് നീ ആഗ്രഹിച്ചു. നിന്റെ ആഗ്രഹവും പ്രതികാരവും ഒക്കെ നടന്നു കഴിഞ്ഞു. തൂക്കിക്കൊന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ പ്രതി മരണപ്പെട്ടു. മതിയാക്കിക്കോ നിന്റെ പക പ്രതികാരമെല്ലാം. എനിക്ക് എന്നോട് തന്നെ വലിയ പകയും പ്രതികാരവും എല്ലാം. കാരണം ഞാൻ ചതിക്കപ്പെട്ടു കഴിഞ്ഞവളാ, വഞ്ചിക്കപ്പെട്ടു കഴിഞ്ഞവളാ. അത് നിന്റെ മാത്രം തോന്നല. ചതിക്കപ്പെട്ടതും ചതിക്കുഴിയിൽ വീണതും നീയല്ല, ഞാനാ. നേരായ മാർഗം ഉപദേശിച്ചെന്നപ്പോ അതിനെ പുറം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച എല്ലാം നേടിയെന്ന് അഹങ്കരിച്ചത് ഈ ഞാനാ. അനുഭവങ്ങൾക്ക് നിർവചനം കൊടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ്. പക്ഷേ ഈ നിമിഷം വരെ എന്റെ മനസ്സിൽ ദൈവതുല്യരായി പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളെല്ലാം അതേ വിശ്വാസത്തിൽ ആരാധിക്കപ്പെടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുറപ്പുവരുത്താൻ വേണ്ടി ഒരിക്കൽ കൂടി എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം. അച്ഛനെ കൊന്ന കുറ്റവാളിയെയോ അതിന് കാരണക്കാരായവരെയോ തിരയാനല്ല. പിന്നെ എന്റെ ഉദരത്തിൽ വളർന്ന കുഞ്ഞിനെ കൊന്നതിനുള്ള ശിക്ഷ കുറ്റവാളിക്ക് വാങ്ങിക്കൊടുക്കാൻ.